നീ അതാ നല്ല ജീവിതം നയിച്ചാൽ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടി, നീ അറിയാത്ത ഭാഗത്തിൽ കൂടി അല്ലാഹു നിനക്ക് റിസ്ക് വിശാലമാക്കി തരും. അതല്ലേ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീരിൽ പറയുന്നുണ്ട്. അതേ സാലിം ഇബ്നു ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഒരു ശത്രുത ബന്ദിയാക്കുകയാണ്. മഹാനവറുകളെ ഒരു ശത്രു വന്നിട്ട് പിടിച്ചു വെക്കുകയാണ്, ജയിലടക്കുകയാണ്. ഉടനെ അതാ ഫശകാബൂഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചു വെച്ചോ, നല്ലൊരു സംഭവമാണ്, പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ജയിലിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ബന്ദിയിലായിട്ടുണ്ടെങ്കിൽ ഈ സംഭവമൊന്ന് ശ്രദ്ധിച്ചോളൂ. പരിഹാരം ഈ സംഭവത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. സാലിം ഇബ്നു ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഒരു ശത്രുത ബന്ദിയാക്കുകയാണ്, ഒരാൾ പിടിച്ചു വെക്കുകയാണ്. ഈ സംഭവം ബാപ്പ അറിയുന്നു. ഉടനെ അതാ ബാപ്പ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികിലേക്ക് ആ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഈ എന്നവർ ഓടിപ്പായുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ വേദനയോടെ പറയുന്നു, നബിയേ, എന്റെ മകൻ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്, എങ്ങനെങ്കിലും അവനൊന്ന് പുറത്തിറക്കണം, എങ്ങനെങ്കിലും അവനെ ഒന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ആ സംഭവം, ആ വിഷമം, ആ വേദന, വ്യസനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ പറഞ്ഞതനുസരിച്ച് അവൻ വിരോധിച്ചതിനെ വിരോധമായി കണ്ടുകൊണ്ട് നീ അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. നീ അതാ ജാസ്തിയാക്കിക്കോളണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെ നീ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇത്രയൊന്നും കണക്കില്ല, നീ അധികരിപ്പിച്ചോളണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ മകൻ പുറത്തു വരണമല്ലോ. ഈ ബാപ്പ സുബ്ഹാനല്ലാഹ് ഔഫ് ഇബ്നു മാലിക് എന്നവർ ഇതങ്ങനെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ രണ്ട് കാര്യവും ചെയ്തു. വെറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ പറയാനല്ല നബി തങ്ങൾ പറഞ്ഞത്, ഇത്തഖില്ലാഹ്. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പയാകുന്ന അതേ ഔഫ് ഇബ്നു മാലിക് എന്നവരോട് പറഞ്ഞത്. ഈ വാപ്പ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഫബൈനമാ ഹുവ ഫീ ബൈതിഹി, അവിടുത്തെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരാള് വന്നിട്ട് വാതിലങ്ങ് മുട്ടുകയാണ്. ഒരാള് വന്നിട്ട് വാതിലങ്ങ് മുട്ടുകയാണ്. അതേ വേദനത്തിൽ നിൽക്കുന്ന ബാപ്പയാണ്, വിഷമത്തിൽ നിൽക്കുന്ന ബാപ്പയാണ്. മകനതാ ബന്ദിയിലായി, ബന്ധിക്കപ്പെട്ട് അവിടെ അകപ്പെട്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരമെന്നറിയാതെ മുത്തുനബിന്റെ അരികിൽ പോയി പരിഹാരം കൊണ്ടുവന്നതാണ്. ഇനിയാണ് ഇവിടെ രസം അറിയേണ്ടത്. വാതിലങ്ങ് മുട്ടിയ വാതിൽ തുറന്നു ബാപ്പാ. കാണുന്നത് ആരെയാണ്? സ്വന്തം മകനെയാണ്. സുബ്ഹാനല്ലാഹ്. മകൻ മാത്രമല്ല കൂടെയുള്ളത്, ഒരുപാട് സ്വത്തുക്കളുണ്ട്. അഥവാ അന്നത്തെ സ്വത്താണല്ലോ വട്ടകം, അതല്ലെങ്കിൽ ആട്, എന്തുമാകട്ടെ ഒരുപാട് സമ്പത്ത്, ഒരുപാട് വസ്തുക്കള്, ഒരുപാട് അതേ അവർക്ക് തിന്നാൻ പറ്റുന്ന, ബിസിനസ് നടത്താൻ പറ്റുന്ന, ജീവിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, വട്ടകമോ ആടോ അങ്ങനെ ഉള്ള എന്തോ ഒന്ന് അവരുടെ കയ്യിലുണ്ട്. മഹാന്മാർ അവിടെ പലതും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ,
തഖ്വ ചെയ്ത് ജീവിച്ചപ്പോൾ അതാ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടെ അവനിക്ക് അല്ലാഹു തആല ഭക്ഷണം നൽകുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചത് ജയിലടക്കപ്പെട്ട ഒരാളെ എങ്ങനെ കൊണ്ടുവന്നായിരിക്കും? ജയിലിലടക്കപ്പെട്ട ആളെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. ഉള്ള ആളായി ജീവിച്ചാൽ അവൻ വിചാരിക്കാത്ത ഭാഗത്തിൽ കൂടി അല്ലാഹു തആല അവനിക്ക് റിസ്ക് കൊടുക്കും, അത് വിശാലമാക്കും. എത്രയാണെന്നതിന് കണക്കില്ല. ഇവിടെ മഹാന്മാർ പലതും പറഞ്ഞു. ആയിരക്കണക്കിന് ആടുകളിൽ അവനിക്ക് ആ മകനിക്ക് കിട്ടിയെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ തഖ്വ ചെയ്ത് നന്മയുള്ള വ്യക്തിയായി ജീവിക്കുമ്പോ അവനിക്ക് എല്ലാ ഭാഗത്തിൽ കൂടെയും അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അള്ളാഹു നമുക്ക് നന്മയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത് ചെറിയ സംഭവമൊന്നല്ല. നാം ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതും